മെയ് 13 ഈസ്റ്റർ 6-ാം ആഴ്ചയിലെ ബുധനാഴ്ച. യോഹന്നാൻ 16:12 മുതൽ 15 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു കൂട്ടം തീർത്ഥാടകരോടൊപ്പം ഞാൻ പോർച്ചുഗലിലെ ഫാത്തിമയിൽ പോയിരുന്നു. ഞങ്ങൾ അവിടെ ദിവ്യ പൂജ അർപ്പിക്കുകയും രാത്രി മെഴുകുതിരി കത്തിച്ച് കാൻഡിൽ ലൈറ്റ് പ്രൊസഷനിൽ പങ്കെടുക്കുകയും ചെയ്തു. തീർച്ചയായും അത് സമൃദ്ധമായ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട 3 ഇടയ ബാലന്മാർ, ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത, അവരുടെ വീടുകളും ഞങ്ങൾ സന്ദർശിച്ചു. 1917 മെയ് 13-ാം തീയതിയാണ് ഈ കുട്ടികൾ സൂര്യനേക്കാൾ തിളക്കമുള്ള ഒരു സ്ത്രീയെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തത്. സ്വർണം കൊണ്ട് അലങ്കരിച്ച ഒരു വെളുത്ത മേലങ്കി ധരിച്ച ആ സ്ത്രീ കയ്യിൽ ഒരു ജപമാല പിടിച്ചിരുന്നു. പരിശുദ്ധ ത്രിത്വത്തിന് സ്വയം സമർപ്പിക്കാനും ലോകത്തിന് സമാധാനം കൊണ്ടുവരാനും യുദ്ധം അവസാനിപ്പിക്കാനും എല്ലാ ദിവസവും ജപമാല ചൊല്ലാൻ അവൾ അവരോട് ആവശ്യപ്പെട്ടു. 1918 ആരംഭിച്ച ലോകത്തെ കീഴടക്കിയ പാൻഡമിക്കിൽ ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും ജീവൻ നഷ്ടപ്പെട്ടു. 1919 ഏപ്രിൽ 4-ന് 10 വയസ്സുള്ളപ്പോൾ ഫ്രാൻസിസ്കോ മാർട്ടോ മരിച്ചു. 1920 ഫെബ്രുവരി 20-ന് 9-ാമത്തെ വയസ്സിൽ ജസീന്തയും മരിച്ചു. ലൂസിയ വളരെ നാളുകൾ ജീവിച്ചിരുന്നു. അവൾ ഒരു കോൺവെന്റിൽ ചേരുകയും പോർച്ചുഗലിലെ കൊയിംബ്രയിലുള്ള ഡിസ്കാൾസ്ഡ് കാർമലൈറ്റ് ഓർഡറിലെ അംഗമാവുകയും ചെയ്തു. 2005 ഫെബ്രുവരി 13-ന് 97-ാമത്തെ വയസ്സിലാണ് ലൂസിയ മരിക്കുന്നത്. 1954 പയസ് 12-ാമൻ മാർപ്പാപ്പ ഫാത്തിമയെ ഒരു മൈനർ ബസിലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തി. ഇന്ന് ഫാത്തിമയിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് വിശ്വാസികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ വരുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവരെ എല്ലാവരെയും, ശിഷ്യന്മാരെല്ലാവരെയും എല്ലാ സത്യത്തിലേക്കും നയിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവ് ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു. വിശ്വാസികൾ പിന്തുടരേണ്ട പാത പ്രകാശിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നത് നമ്മുടെ വിശ്വാസയാത്രയിൽ വ്യക്തതയും ജ്ഞാനവും കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. സത്യത്തിനായുള്ള നമ്മുടെ അന്വേഷണത്തിൽ നാം ഒറ്റയ്ക്കല്ലെന്ന് അറിയുന്നത് ആശ്വാസകരമല്ലേ? പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടാകുമെന്നും ശരിയായതും യഥാർത്ഥവുമായതിലേക്ക് നമ്മെ നയിക്കുമെന്നും യേശു നമുക്ക് ഉറപ്പ് നൽകുന്നു. ഈ വാഗ്ദാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവിക സഹായവും ജ്ഞാനവും ലഭ്യമാകുമെന്നാണ്. ആത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ചും അവൻ്റെ ജനമായി നാം ജീവിക്കേണ്ട വഴികളെക്കുറിച്ചും ആഴത്തിലുള്ള ഗ്രാഹ്യത്തിലേക്ക് നാം നയിക്കപ്പെടുന്നു. ശരിയും തെറ്റും സത്യവും നുണയുമെല്ലാം തിരിച്ചറിയാൻ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ നമ്മെ ആത്മാവ് ശക്തിപ്പെടുത്തുന്നു. ആത്മാവിൽ വസിക്കുന്നതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതും അവൻ്റെ ഇഷ്ടവുമായി പൊരുത്തപ്പെടുന്നതുമായ ഒരു ജീവിതം നയിക്കാൻ നാം നമ്മെ തന്നെ സജ്ജരാക്കുന്നു. നമ്മുടെ വിശ്വാസയാത്രയിൽ തിരുവെഴുത്തുകളുടെ സത്യങ്ങൾ പഠിപ്പിക്കുന്നതിലും ഓർമ്മിപ്പിക്കുന്നതിലും വെളിപ്പെടുത്തുന്നതിലും ആത്മാവ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ദൈവമായുള്ള ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് ആത്മാവ് നമ്മെ നയിക്കുന്നു.
അങ്ങനെ പ്രിയപ്പെട്ടവരെ, നാം അവനെ വിശ്വസ്തയോടെ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും അവൻ നമ്മെ നയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.